പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല. സംഭവിച്ചതൊന്നും പ്രതീക്ഷിച്ചതുപോലെ ആകണമെന്നുമില്ല. വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ഒരു സംഭവം ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. പെന്തക്കോസ്ത നാളിന് ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച പത്രോസും യോഹന്നാനും സാധാരണയായി അവർ പോകാറുള്ള ദേവാലയത്തിലേക്ക് 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്കായി പോകുന്നു. ആ ദേവാലയത്തിൻ്റെ സുന്ദര കവാടം എന്ന് വിശേഷണമുള്ള വാതിക്കൽ ഒരു മുടന്തനായ രോഗി കിടപ്പുണ്ടായിരുന്നു. അവൻ ജന്മന മുടന്തനായിരുന്നു എന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇവരെ കണ്ട മാത്രയിൽ എല്ലാവരോടും എന്ന പോലെ പത്രോസിനോടും യോഹന്നാനോടും അവൻ ഭിക്ഷയാചിച്ചു. അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, നീ ഞങ്ങളുടെ നേരെ ഒന്ന് നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ച് അവൻ അവരുടെ നേരെ നോക്കി. അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരും. നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് അവനെ വലത് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നീട് അവൻ ബലം പ്രാപിച്ചു. അവൻ തുള്ളിച്ചാടിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതിനുശേഷം അവരോടൊത്ത് അവൻ ദേവാലയത്തിൽ പ്രവേശിച്ചു എന്ന് തിരുവചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എന്നും ദേവാലയത്തിൽ പോകുന്നവരും ബലിയർപ്പിക്കുന്നവരും ഒക്കെയാണ്. നമ്മുടെ ഈ പോക്കുവരവുകളൊക്കെ ദേവാലയത്തിന് പുറത്തുള്ളവർ നോക്കിക്കാണുന്നുണ്ട്. നമ്മുടെ ഈ പോക്കുവരവുകൾ കാണുമ്പോൾ ദേവാലയത്തിന് പുറത്തുള്ളവർ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നേ. സ്വർണമോ വെള്ളിയോ പുത്തൻ നോട്ട് കെട്ടുകളോ ഒന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ലായിരിക്കാം. പക്ഷേ നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും അവരെ ഒന്ന് കേൾക്കാനും നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാൽ നടക്കുമെന്നേ. നമ്മളൊക്കെ ദേവാലയത്തിലേക്ക് പോകുന്നതും ജീവനുള്ള ദൈവത്തോട് സംസാരിക്കാനും ജീവനുള്ള ദൈവത്തെ കേൾക്കാനുമൊക്കെ അല്ലേ. ദേവാലയത്തിന് പുറത്തുള്ളവരും നമ്മളിൽ നിന്നും ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ദേവാലയത്തിൽ നമ്മളെ കേൾക്കാൻ കാത്തു നിൽക്കുന്ന ദൈവവും നമ്മളിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാലാവധി നിശ്ചയിക്കാത്ത ഒരു സന്ദർശക വിസയിലാണ് ജീവിതം. പുതുക്കലും തിരിച്ചുവരവുമൊക്കെ അസാധ്യമായതിനാൽ ദൈവത്തിൽ നിന്നും ദാനം കിട്ടിയ സമയം പാഴാക്കാതെ ഇരിക്കുക. ജീവിതം എത്ര പ്രയാസകരമായി തോന്നിയാലും നമുക്കെല്ലായ്പ്പോഴും ചെയ്യാവുന്നതും വിജയിപ്പിക്കാവുന്നതുമായ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിലുണ്ടാകും. ദൈവം സുന്ദരമായ ഒരു ദിവസം കൂടി നമുക്കായി ഒരുക്കി തന്നിരിക്കുന്നു. അത് നമ്മൾ ആവശ്യപ്പെട്ടതൊന്നും കൊണ്ടല്ല, മറിച്ച് മറ്റാർക്കോ നമ്മളെ ആവശ്യമുള്ളത് കൊണ്ടാണ് ദൈവം ഇന്ന് ഈ ദിവസം നമുക്ക് തന്നിരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെയാണ്. വയലിലെ പൂപോലെ അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു. അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തന പുസ്തകം 103-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അതുകൊണ്ട്
നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നവരെ അവരുടെ വലം കൈക്ക് തന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം. വിശുദ്ധ ബൈബിളിൽ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.